നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്നലെ പൂർത്തിയായിരിക്കുകയാണ്. കേരളത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA. പക്ഷേ അദ്ദേഹം ഒളിവിലാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യേണ്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശബരിമല വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ദിലീപ് വിഷയവും മാധ്യമങ്ങളിൽ കത്തി നിന്ന ദിവസം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് ഫിറോസ് അലി മുഹമ്മദ് ആണ്, സീനിയർ ജേർണലിസ്റ്റ്. ഫിറോസക, നമസ്കാരം. നമസ്കാരം രോഹിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയേക്കും എന്ന് നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ രാഹുലിന് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പരിഗണിക്കുകയാണ്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വൈകുമെന്ന വാർത്തകളാണ് ഈ നിമിഷം വരുന്നത്. എന്താണ് തോന്നുന്നത്? രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം ലഭിക്കുമോ? രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന ചോദ്യം തന്നെയാണ് ചോദിച്ചത്. കുറച്ചു നേരോടെ നമുക്ക് കാത്തിരുന്നാൽ വ്യക്തത ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ വീഡിയോ കയറുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമോ തള്ളിയോ എന്നൊക്കെ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇല്ല, അതിനുള്ള സാധ്യതയില്ല. കാരണം കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പുകൾ കോടതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വൈകുമെന്ന വാർത്തകൾ ഈ നിമിഷം വരുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ചിലപ്പോ ഇന്ന് രാവിലെ തന്നെ 11 മണിയോടെ തന്നെ ചിലപ്പോ ഈ ഗൗരവ സ്വഭാവം, കേസിന്റെ സ്വഭാവമൊക്കെ വെച്ചിട്ട് ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാകുമെന്നുള്ള വാർത്തയാണ് ഞാൻ കുറച്ചു മുമ്പ് കാണുന്നത്. ഇപ്പൊ രോഹിതിന് കിട്ടുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോ അത് ഇന്ന് അതിന്റെ വിധി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന നിലയിലായിരിക്കാം. രോഹിത് ആദ്യം രോഹിത് പറഞ്ഞതുപോലെ ഞാനും ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു ചില വീഡിയോകളിലൊക്കെ, അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം അങ്ങനെയാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്ന്. പക്ഷേ രാഹുലിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ സംസാരിക്കുന്നത് കണ്ടപ്പോ, നിങ്ങൾ ഇങ്ങനെ അവാസ്തവമായ കാര്യങ്ങൾ പറയരുത് എന്നാണ് അഡ്വക്കേറ്റ് എസ് രാജീവ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലല്ല, അദ്ദേഹം കോടതികൾക്ക് മുൻപിലുണ്ട്. അദ്ദേഹം സെഷൻസ് കോടതിക്ക് മുൻപിലും ഹൈക്കോടതിക്ക് മുൻപിലും ഉണ്ട്. ഏത് നിമിഷം ഹാജരാകണമെന്ന് കോടതികൾ ആവശ്യപ്പെട്ടാലും ഹാജരാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒളിവിലാണെന്ന് പറയുന്ന മാധ്യമങ്ങൾ അവരൊക്കെ ഇങ്ങനെ വെറുതെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ കേസിലേക്കാണല്ലോ നമ്മൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൽ ചില ആ കേസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. ഇപ്പൊ 2 വർഷത്തിന് മുൻപ് നടന്ന ഒരു ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശാരീരിക പരിശോധന നടത്തുന്നു. വൈദ്യ പരിശോധനയും പൂർത്തിയായെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതീവ ഗൗരവമായിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അന്വേഷണ സംഘം. കാരണം ജൂറിസ്ഡിക്ഷൻ എവിടെയാണെന്ന് പോലും ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല. അതിലേക്ക് ഒരു തരത്തിലുള്ള വാർത്തകളും പുറത്തു പോകുന്നില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ അവർ നൽകുന്ന വാർത്തകൾ 100% ശരിയാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എങ്കിലും അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ അതിക്രൂരമായ ബലാത്സംഗം നടന്നുവെന്നും ഫെനി നൈനാനെ പെൺകുട്ടിക്ക് ഭയമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അംഗരക്ഷകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെ അവരെയൊക്കെ ഭയമായതുകൊണ്ടാണ് പെൺകുട്ടി പരാതി നൽകാതിരുന്നത് എന്നും. അപ്പൊ ആദ്യം ഈ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ ബലാത്സംഗം കഴിഞ്ഞ ഉടൻ തന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അതാണ്. പക്ഷെ ഇപ്പോ ചില മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന വാർത്തകൾ പ്രകാരം ഈ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ഇദ്ദേഹം വിവാഹ അഭ്യർത്ഥനമായി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോ ഈ ഹോം സ്റ്റേക്ക് അടുത്ത് വെച്ച് പെൺകുട്ടി കേരളത്തിലേക്ക് എത്തി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത കൂടി പല മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട്. നമുക്കതിന്റെ സത്യാവസ്ഥ അറിയില്ല. ഏതായാലും ഈ ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഇനി അവിടെ പരിശോധന നടത്തണം. ശാസ്ത്രീയ തെളിവുകളൊക്കെ ആയിരിക്കും. ഇനി 2 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അതിന്റെ തെളിവുകൾ ശേഖരിക്കുക അതൊക്കെ കുറച്ച് ശ്രമകരമാണ്. നമുക്ക് പറയാൻ പറ്റില്ല അന്വേഷണ സംഘം ഏത് നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നത് എന്നൊക്കെ. അതുപോലെ ഫെനി നൈനാൻ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഫെനി നൈനാനെ ഭയപ്പെട്ടാണ്, ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് പരാതി നൽകാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്തരം വാദങ്ങളൊക്കെ ഇപ്പോ കാലതാമസമൊക്കെ കോടതി അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കാലതാമസം ഉണ്ടായതുകൊണ്ട് കേസിന് വലിയ തരത്തിൽ അത് അഫക്ട് ചെയ്യാനൊന്നും സാധ്യതയില്ല. പക്ഷേ ഇതിന്റെ തെളിവുകൾ ഏത് തരത്തിൽ 2 വർഷം മുമ്പ് നടന്ന കേസുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ എങ്ങനെ ശേഖരിക്കുമെന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശാസ്ത്രീയ തെളിവുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേസ് മുന്നോട്ട് പോവുക നമ്മൾ പക്ഷേ ഫിറോസ്, എനിക്ക് ഇതിനകത്തുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. ഈ ഒരു രണ്ടാമതൊരു കേസ്, ആദ്യത്തെ കേസിന് ശേഷം രണ്ടാമതൊരു കേസ് വരുമ്പോ ഈ കേസ് കൃത്യമായി ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ സാധാരണഗതിയിൽ ഒന്ന് ചിന്തിച്ചു തോന്നിയെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ആദ്യത്തെ കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി പരാമർശമുണ്ടാകും. എന്നാൽ രണ്ടാമത്തെ കേസ് കൃത്യമായി ബലാത്സംഗ കുറ്റം തന്നെയാണ് ചുമത്തപ്പെടുന്നത്. എന്തുകൊണ്ട് ഈ പരാതി കൊടുക്കാൻ കാലതാമസം ഉണ്ടായി എന്ന് ചോദ്യം വരുന്നതിന് മുമ്പ് ഫെനി നൈനാൻ എന്ന് പറയുന്ന
രാഹുലിനൊപ്പം സന്തത സഹചാരിയായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കൂടിയായ ഫെനി നൈനാനെ ഭയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം തന്നെ ആദ്യം തന്നെ ഈ പരാതിയിൽ പറഞ്ഞു പോകുന്നു. കൃത്യമായി നല്ല രീതിയിൽ ആരോ ഫ്രെയിം ചെയ്ത് കൊടുത്തൊരു പരാതി എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് ഈ കേസ്. അത് മാത്രമല്ല, അത് KPCC പ്രസിഡന്റിന് വരുന്നു എന്നുള്ളതാണ്. ആരോ ചോദിച്ച പോലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പ്രതിപക്ഷ നേതാവിനാണല്ലോ അയക്കേണ്ടത്. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് വരുന്നു, രണ്ടാമത്തെ പരാതി KPCC പ്രസിഡന്റിന് വരുന്നു. എനിക്ക് തോന്നുന്നു ഇത്തരം കേസുകളിൽ ഇപ്പൊ പ്രധാനപ്പെട്ട ഈ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർ, എനിക്ക് തോന്നുന്നത് പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ജനപ്രതിനിധികളായാൽ പോലും ഇത്തരത്തിലുള്ള 0 FIR ഇടാവുന്ന പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്തില്ലെങ്കിലും കുറ്റകൃത്യമാണ്. അപ്പൊ ആ നിലയ്ക്കാണ് KPCC പ്രസിഡന്റ്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് വൃത്തങ്ങളോ ഈ മെയിൽ ചെക്ക് ചെയ്യാൻ ഒരു ദിവസം താമസിച്ചാൽ പോലും പുതിയൊരു പരാതി വന്നത് KPCC അധ്യക്ഷൻ മുക്കി എന്ന തരത്തിൽ വാർത്തകൾ നൽകാൻ സാധിക്കും. ആദ്യം വന്ന വാർത്തകൾ അങ്ങനെയാണ്. പരാതി KPCCക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെ കൊടുത്തിട്ട് പരാതി ഫോർവേഡ് ചെയ്തില്ല, പുറത്തു പറഞ്ഞില്ല എന്ന തരത്തിലാണ് ആദ്യം വാർത്തകൾ വന്നത്. പിന്നീട് ആ വാർത്തകൾ മുക്കുകയാണ് ചെയ്തത്. സത്യമാണ് രോഹിത്തെ, അങ്ങനെ ഒരു പരാമർശം നമ്മുടെ ഒരു ചർച്ചയിൽ ആ ദിവസം എനിക്കും നടത്തേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്ന പല ചാനലുകളും, മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ പറഞ്ഞിരുന്നത് ഇത് നേരത്തെ തന്നെ KPCC പ്രസിഡന്റിന് നൽകിയ പരാതിയാണ്, പരാതി KPCC പ്രസിഡന്റ് മുക്കി എന്ന് തന്നെയാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും പരാതി കൊടുക്കുന്നു എന്നുള്ള നിലയിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഈ നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ പലപ്പോഴും അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കാൻ, ഭാഗികമായി പോലും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു സാധാരണക്കാരൻ, ഇപ്പൊ ഞാനോ താങ്കളോ ഒക്കെ ഒരു പരാതിയുമായി സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും സമീപിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിലായിരിക്കും ഈ പരാതി നൽകുക. ഓൺലൈനിൽ പരാതി നൽകിയാൽ ഒന്ന് വിളിച്ചു പോലും ചോദിക്കാതെ പരാതി ക്ലോസ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ പലപ്പോഴും നമുക്ക് ചുറ്റുപാടുള്ളവർക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോ നടിയെ ആക്രമിച്ച കേസാകട്ടെ, അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പരാതികളാകട്ടെ, ഇതൊക്കെ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ പോലീസ് അധികാരികളിലേക്കോ എത്തുന്നതിന് മുമ്പ് നേരിട്ട് ആഭ്യന്തരമന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് ഈ പരാതികൾ ചെല്ലുന്നത്. അതിനൊരു അസ്വാഭാവികത ഇല്ലേ? അതാണോ അവിടുത്തെ ഒരു നിയമത്തിന്റെ ഒരു സിസ്റ്റം? അതിന്റെ ആവശ്യകത സത്യത്തിൽ എന്താണ്? പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ മന്ത്രിയെ സമീപിക്കാം, അല്ലെങ്കിൽ ഉന്നതാധികാരികളെ സമീപിക്കാം. അതാണല്ലോ ഒരു രീതി. രോഹിത്, എനിക്ക് തോന്നുന്നു നടിയെ ആക്രമിച്ച കേസിൽ അങ്ങനെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി വന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. നടിയെ ആക്രമിച്ച കേസിൽ DGPയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ലാലോ അല്ലെങ്കിൽ ആദ്യം ഈ രണ്ട് വാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ആദ്യം പറയുന്നത് PT തോമസ് ആണ് ലോക്നാഥ് ബെഹ്റ ഇത് അറിയിക്കുന്നതെന്നാണ്. എന്നാൽ ലാല് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നു PT തോമസ് അല്ല, ഞാനാണ് ലോക്നാഥ് ബെഹ്റയെ വിളിച്ചതെന്ന് ലാല് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ആ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ഔദ്യോഗികമായ പരാതി രേഖപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. ഇപ്പൊ ഇത്തരം കേസുകളിൽ എനിക്ക് തോന്നുന്നത് ഇത് പിന്നീട് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കേസിൽ ഈ സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ സെലിബ്രിറ്റി സ്റ്റേറ്റസ് ആ നിലയ്ക്ക് ഉള്ള, അപ്പൊ അതില് ഇപ്പൊ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നയാളും പീഡനത്തിനിരയായ പെൺകുട്ടിയും ഒക്കെ വലിയ സെലിബ്രിറ്റികളാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് അതില് ഒരു വലിയ അസ്വാഭാവികം നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി ഒന്നും ഇല്ലാതിരുന്ന ഒരു പെൺകുട്ടി, നമ്മൾ വീണ്ടും ഈ അതിജീവിതമാരെയോ അല്ലെങ്കിൽ പരാതിക്കാരെയോ ഒന്നും മോശക്കാരാക്കാനല്ല, എങ്കിലും അങ്ങനെ ഒരു സംശയം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുമ്പോൾ ആ സംശയത്തിൽ കഴമ്പില്ലേ എന്ന് സംശയിച്ചു പോകുന്നു എന്ന് മാത്രമാണ് പറയേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പരാതി പൊങ്ങി വരുന്നു, അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പോയപ്പോൾ പോലും പരാതി ഇല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം നിൽക്കുന്നു. രണ്ടാമത്തെ കേസിലും അത് തന്നെയാണ്. ക്രൈംബ്രാഞ്ച് ഈ പെൺകുട്ടിയെ നേരിട്ട് കണ്ടിരുന്നുവെന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെന്നും ക്രൈംബ്രാഞ്ചിന് ഈ വിഷയം അറിയാമെന്നും പെൺകുട്ടി ഈ ഇമെയിൽ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയങ്ങളിലൊന്നും പരാതി ഇല്ലായിരുന്നു. രണ്ടാമത്തെ കേസിലെ ഒരു കാര്യം കൂടി ഞാൻ രോഹിത്തെ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോ പ്രതികരിക്കാറുള്ള രാഹുൽ ഈശ്വറിനെ 24 മണിക്കൂറിന് മുമ്പ് തട്ടി അകത്തിട്ടിട്ടാണ് ഈ പരാതി KPCC പ്രസിഡന്റിന്റെ മെയിലിലേക്ക് വരുന്നത്. ഈ പരാതി വന്ന് 24 മണിക്കൂറിനകമാണ് തിരുവനന്തപുരം ജില്ലാ കോടതി ഈ ജാമ്യ ഹർജി പരിഗണിക്കേണ്ടിയിരുന്നതും. അപ്പം അങ്ങനെയൊക്കെയുള്ള നിരവധിയായ അവ്യക്തതകൾ ഇതിലുണ്ട്. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ അതിനൊരു പൊതു സ്വഭാവം ഉണ്ടെങ്കിൽ
അത് പൊതുമനസാക്ഷിയുടെ ഒരു പ്രതിഫലനമായിട്ട് കൂടെ നമ്മൾ അല്ല, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അല്ലാതെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയം ഏറ്റവും കൂടുതൽ ആഘോഷിച്ച, അങ്ങനെ തന്നെ പറയണം, ആഘോഷിച്ച മാധ്യമങ്ങൾ പറയുന്നത് പോലെ ദിലീപിന്റെ ഫാൻസ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ്, അത്രത്തോളം ഫാൻസിനെ ഉണ്ടാക്കണമെങ്കിൽ എനിക്കറിയില്ല അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളത്. ഏത് PR വർക്കിന്റെ ഭാഗമാണെങ്കിലും ഇത്രത്തോളം ലക്ഷക്കണക്കിന് കമന്റുകളാണ് അല്ലെങ്കിൽ കോടിക്കണക്കിന് കമന്റുകളാണ് പല പ്ലാറ്റ്ഫോമുകളിലും, നമ്മുടെ വീഡിയോകൾ മാത്രമല്ല പല പ്ലാറ്റ്ഫോമുകളുടെയും പല ചാനലുകളുടെയും കമന്റ് ബോക്സിൽ വന്ന് നിറയുന്നത്. ഒരു PR ഏജൻസിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നൊന്നുമല്ല, അത് ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നതാണ്. ഫിറോസ് ഖാ, ഈ ഈ ഈ വിഷയങ്ങൾ റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്തതിന് കൃത്യം 8ാം ദിവസം ഒരു പാലക്കാട് യാത്രയിൽ പാലക്കാട്ടത്തെ ജനങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അവർ പറയുന്നത് പോസിറ്റീവായ കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങളാണ്. ഇപ്പോൾ രാഹുലിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യുന്നതിൽ അധികവും അമ്മമാരാണ്, പ്രായമുള്ള സ്ത്രീകളാണെന്നേ. അയാൾക്ക് അയാളുടെ വോട്ട് ചെയ്യാൻ പോലും വരാൻ സാധിച്ചില്ല എന്ന തരത്തിൽ മുറവിളി കൂട്ടുന്നത് പ്രായമായവരാണ്. ഇത് PR വർക്കാണെന്നൊന്നും പറഞ്ഞ് നിഷേധിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത വൃത്തത്തിലുള്ള ഒരാൾ പറഞ്ഞത് ഈ റിപ്പോർട്ടർ TV ഈ പറയപ്പെടുന്ന സ്ക്രീൻഷോട്ടുകളും ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെയാണ് പുറത്തു വിട്ടതെന്ന് പിന്നീട് പെൺകുട്ടി പരാതി കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോ ഇത് പുറത്തു വന്നതിന് ശേഷവും രാഹുലിന് ഈ പറയപ്പെടുന്ന അതിജീവത എന്ന് പറയാം, അല്ലെങ്കിൽ ഇര എന്ന് പറയാം, ആ പരാതിക്കാരിയുമായി അദ്ദേഹം നിരന്തരം ഫോണിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ സംവദിച്ചിരുന്നു, സംസാരിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഒരുപക്ഷെ രാഹുൽ മറ്റു നമ്പറുകളിൽ നിന്നാണെങ്കിലും ആ പെൺകുട്ടിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിനുള്ള തെളിവുകൾ ലഭിക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത്. അതെ, അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പെൺകുട്ടിക്ക് വലിയ സമ്മർദ്ദമുണ്ട്, പെൺകുട്ടി ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് രാഹുലിനെതിരെ പരാതി കൊടുക്കുകയാണെന്നുള്ളതാണ്. ആ ഫോൺ സംഭാഷണം കൂടി ഹാജരാക്കിക്കൊണ്ടാണ് ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, എനിക്ക് തോന്നുന്നു അത് ജില്ലാ കോടതിയിലും ആ തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി തെളിവുകൾ പരിഗണിക്കുന്ന ഒരു ഘട്ടം എത്തിയിട്ടില്ല. 15ാം തീയതിയാണല്ലോ ഇനി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയുള്ളൂ. അതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഉത്തരവ് ലഭിക്കുമ്പോൾ തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ വലിയ കോൺഫിഡൻസോടെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതായത് അദ്ദേഹം അന്ന് തന്നെ ഈ തെളിവുകൾ വെച്ചുകൊണ്ട് പ്രോസിക്യൂഷനോട് ഏറ്റുമുട്ടാൻ, അങ്ങനെ തന്നെ പറയാമല്ലോ, പ്രോസിക്യൂഷനോട് ഏറ്റുമുട്ടാൻ പ്രതിഭാഗം അഭിഭാഷകൻ S. രാജീവ് തയ്യാറായിരുന്നു. അതിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാദം പറയാൻ തയ്യാറാണെന്നാണ് രാജീവ് പറഞ്ഞത്. പക്ഷെ പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അതുവരെ നിങ്ങൾ എടുക്കുന്ന സമയം വരെ തൽക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് S. രാജീവ് ഹൈക്കോടതിക്ക് മുമ്പിൽ പറയുന്നത്. അപ്പൊ അത് അംഗീകരിക്കുകയായിരുന്നു. അതെ, ജെന്റിൽമാൻ അഗ്രിമെന്റ് ആണ്. കോടതി നേരിട്ട് പറയുന്നു അന്വേഷണ സംഘത്തോട് അതുവരെ 15ാം തീയതി കേസ് പരിഗണിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത്. ചെറിയ കാര്യമല്ല. ഇപ്പൊ 2ാമത്തെ കേസിൽ ജില്ലാ കോടതിയിൽ നിന്ന് എന്ത് വിധി വരുമെന്ന് നമുക്കറിയില്ല. ജില്ലാ കോടതിക്ക് ഇത്തരം കേസുകളിലുള്ള അധികാര പരിമിതി കൂടി നമ്മൾ പരിഗണിക്കണം. ഹൈക്കോടതിയിൽ ഇത്തരം കേസുകൾ പരിഗണിച്ച് പെട്ടെന്ന് തന്നെ തീർപ്പുണ്ടാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് തടയുന്ന നടപടിക്രമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്നുണ്ടായത് അക്ഷരാർത്ഥത്തിൽ നോട്ട് ടു അറസ്റ്റ് ആണ്. കാരണം നിർബന്ധിത നിയമ നടപടി പാടില്ല എന്ന് ജില്ലാ കോടതി പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോടതിയുടെ മുമ്പിൽ എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള രാഹുൽ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ചിത്രം തെളിഞ്ഞിട്ടില്ല, ചിത്രം വ്യക്തമായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സംശയത്തിന്റെ ആനുകൂല്യം നൽകുന്ന തരത്തിൽ 2ാമത്തെ കേസിലും എന്തൊക്കെയോ ഈ ഒരു ഏതൊക്കെയോ തരത്തിലുള്ള ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടപ്പിലായിട്ടുണ്ടോ എന്നുള്ള സംശയം, അത് നമുക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് കൂടി അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്ന തരത്തിലാണ് ഈ കേസ് ഇപ്പോഴും മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് വ്യക്തമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. രോഹിത്, ഒരു 8 വർഷങ്ങൾക്കൊക്കെ ശേഷം ഈ കേസ് നമ്മൾ അന്നും മാധ്യമ പ്രവർത്തനം തുടരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദിലീപിനെ കുറിച്ച് സംസാരിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി സംസാരിക്കേണ്ടി വരുമോ എന്ന ഭയം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലുണ്ട് കോടതിക്ക് മുന്നിൽ. എനിക്ക് തോന്നുന്നു രോഹിത്, ഇതിനകത്ത് അത് 8 വർഷമൊക്കെ നീണ്ടു പോകുന്ന സംശയമുണ്ട്. കാരണം ഇത് ഇപ്പൊ ആദ്യത്തെ കേസിലാണെങ്കിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തടഞ്ഞൊരു സാഹചര്യമുണ്ട്. 2ാമത്തെ കേസിലാണെങ്കിൽ അത്രയും ഗ്രേവായ തെളിവുകളൊന്നും നിലവിൽ കോടതിയുടെ മുമ്പിലേക്ക് വെച്ചിട്ടില്ല. പക്ഷെ ദിലീപ് കേസിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ ജില്ലാ കോടതി, അതായത് സെഷൻസ് കോടതി പലതവണ ജാമ്യം തള്ളി. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഹൈക്കോടതി ജാമ്യം തള്ളി. സുപ്രീം കോടതി വരെ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരം ഈ 8 വർഷത്തിനിടയ്ക്ക് ഇടപെട്ടൊരു കേസാണ്. 86 ദിവസം ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായി ഇപ്പൊ നമ്മൾ അന്വേഷണ സംഘത്തിന്റെ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ പ്രാഥമികമായി ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതികൾക്ക് പോലും ഇതിൽ
പ്രഥമ ദൃഷ്ട്യാ ദിലീപിന് പങ്കുണ്ടോ എന്ന് സംശയിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരാൾക്ക് അത് പൂർണ്ണമായിട്ടും ദിലീപിനെതിരായ തെളിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടല്ല. ചില കേസുകളിൽ സാങ്കേതികമായിട്ട് നമ്മൾ കോടതി ഇത്തരത്തിലുള്ള തെളിവുകൾ പരിശോധിക്കുമ്പോൾ യെസ് അത് ജാമ്യം തള്ളാനുള്ള കാരണമാകുന്നു എന്ന് കോടതി കണ്ടാൽ, കോടതികൾ ഇപ്പൊ അത് ഹൈക്കോടതി പോലും ആയിക്കോട്ടെ, ജാമ്യം തള്ളി ഇവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ നമ്മൾ രാഹുലിന്റെ കേസ് പറയുമ്പോൾ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. കേസ് തന്നെ പൊളിഞ്ഞു പോവാണ്. പിന്നെ കേസ് തന്നെ ഇല്ലാന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേസിന്റെ ഗ്രാവിറ്റി ഏതാണ്ട് 1% അടിച്ചു പോവുകയാണ്. അപ്പൊ നമുക്ക് 15-ാം തീയതി വരെ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് 15-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുൻകൂർ ജാമ്യം നൽകിയില്ലെങ്കിൽ പോലും നേരെ ഹൈക്കോടതിയിലേക്ക് പോകുമല്ലോ. ഹൈക്കോടതി അല്ല, ഇനി ഇത് ആളെ കത്തിച്ച് നിർത്താൻ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ ഒന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നിയമസഭ വരാൻ 3-4 മാസങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ. അപ്പോ കണ്ടറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഏതൊക്കെ തരത്തിൽ നാടകീയമായ മറ്റ് പരാതികളൊക്കെ പൊങ്ങി വരുമെന്നൊക്കെ നമ്മൾ മാത്രമല്ല പൊതുവെ സമൂഹം സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ചിട്ടുള്ളവരും പ്രഗ്നൻസി ഒഴിവാക്കാനുള്ള മരുന്നുകൾ വാങ്ങിയിട്ടുള്ളവരും ഒക്കെ നെഞ്ചത്ത് കൈവച്ചിരിക്കുക, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ളവർ. അല്ലെ, ചിലരൊക്കെ ചോദിക്കുന്നതിൽ എന്നാലും രാഹുലെ നീ മിടുക്കനാണല്ലോടാ, ഇത്രയും സമയം നിനക്ക് എവിടുന്നാടാ, നീ എല്ലാ ചർച്ചകളിലും ഗംഭീരമായിട്ട് വന്ന് പങ്കെടുക്കുന്നുണ്ട്, അപ്പൊ എന്നിട്ടും എല്ലാ വിഷയങ്ങളെ കുറിച്ചും പഠിക്കാനും ഇതിനിടയിൽ കൂടെ നിനക്ക് എവിടെ സമയം കിട്ടി? 24 മണിക്കൂർ നീ ഫോണിൽ പെൺപിള്ളേർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നിട്ട്. അപ്പൊ അപാരമായ ഒരു പ്രതിഭയുള്ള മനുഷ്യനാണ് രാഹുൽ എന്നാണ് പറയുന്നത്. മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു രാഹുലിന്റെ പ്രത്യേകത. അതെ, ഒരേ സമയം പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇതിനിടയിലൂടെ ബിസിനസ്, രാഷ്ട്രീയ പ്രവർത്തനം, അതെ, എല്ലാ പരിപാടികളും അതിനിടയിലാണ്. പിന്നെ ഇതിന്റെ എല്ലാ ഇടയിലൂടെയാണ് പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആ പണിയെല്ലാം എടുത്തത്. അതായത് വ്യാജ ID കാർഡ് അടിച്ചു എന്നൊക്കെ ഉള്ള പരാതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം അതിനിടയ്ക്കൂടെ നടത്തി. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയി അനുമതി. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി നിന്നു പ്രചാരണ രംഗത്ത്. പാലക്കാട് ഒരു ഇലക്ഷൻ അവിടുത്തെ ഷാഫിക്ക് കിട്ടുന്ന ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. അത് ഒരു പാർട്ണറുള്ള നമുക്കൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോഴാണ് ഒരു 4-5 പേരെ ഒരുപോലെ ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ. കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, ആള് മിടുക്കനായിരുന്നു, പക്ഷെ അയാളുടെ ഫാന്റസികൾ വലുതായിപ്പോയി. അവിടെയാണ് പണി കിട്ടിയത്. അതെ, കൊല്ലക്കാരുടെ ഭാഷയിൽ നീ പൊരിഞ്ഞോനാണടാ പൊരിഞ്ഞോൻ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച്. നമുക്ക് കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ വ്യക്തമാകും രോഹിത്. ഒരുപാട് സമയം എടുക്കില്ല ഇതിൽ. ഉറപ്പായി കാത്തിരിക്കാം. താങ്ക് യു. ഓക്കെ രോഹിത്, ഓക്കെ, വീണ്ടും ഇരിക്കാം.